ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മോദി സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വൻ തിരിച്ചടി. SIR-ന് ശേഷമുള്ള കരട് റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ കാരണം സഹിതം പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പുറത്തായ 65 ലക്ഷം പേരുടെ പേര് വിവരങ്ങളും ഒഴിവാക്കപ്പെട്ട കാരണവും വ്യക്തമാക്കി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർണായകമായ ഇടക്കാല ഉത്തരവ്. ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ജില്ല തിരിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണം. പഞ്ചായത്ത് തലങ്ങളിൽ ബൂത്ത് തല ഓഫീസർമാർ ബൂത്ത് തിരിച്ച് പട്ടിക പ്രസിദ്ധീകരിക്കണം. ബീഹാറിലെ പത്രദൃശ്യ മാധ്യമങ്ങളുടെയും ദൂരദർശനിലൂടെയും വിവരങ്ങൾ കൈമാറണം. വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത്. 3 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയി മല്യ ബാങ്ചി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മരിച്ചവരോ കുടിയേറ്റക്കാരോ ഇരട്ട രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഒഴിവാക്കപ്പെട്ടതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു. ആധാർ കാർഡ് അംഗീകൃത രേഖയായി പരിഗണിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വാക്കാൽ നിർദ്ദേശം നൽകി. 7.89 കോടി വോട്ടർമാരിൽ SIR-ന് ശേഷം 7.24 കോടിയായി കുറഞ്ഞുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തിൽ 22 പേർ മരിച്ചുവെന്നായിരുന്നു കണക്ക്. എന്നാൽ മരിച്ചവരുടെ കാര്യത്തിലുള്ള തർക്കം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി എങ്ങനെയാണ് ഈ നിഗമനത്തിലെത്തിയതെന്ന് ചോദിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുടെ സഹായം തേടിയെന്നായിരുന്നു കമ്മീഷന്റെ മറുപടി. എന്നാൽ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും സുതാര്യത വോട്ടർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഹർജി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.